നമ്മുടെ സെബക്കുട്ടി എത്തിയാണ് ഫേവറേറ്റ് റൗണ്ടുമായിട്ട്. Let's welcome സെബക്കുട്ടി. സെബക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. നല്ല രസമുണ്ട് കേട്ടോ. താങ്ക് യു. നല്ലൊരു ഐശ്വര്യം. അതെ, താങ്ക് യു സർ. ഏത് പാട്ടാ? കല്യാണ സൗഗന്ധികം. ആഹാ. ഇനി ബാക്കി ഡീറ്റെയിൽസ്. പാടിയത് ചിത്രാമ്മ, മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, ലിറിക്സ് കൈതപ്രം സാർ, ഫിലിം കല്യാണ സൗഗന്ധികം. വർഷം 1996. വെരി ഗുഡ്. മലയാളത്തിൽ പറഞ്ഞു. ഇതൊരു മലയാളി കുട്ടികൾക്ക് ഈ മലയാളത്തിൽ പറയാൻ പ്രശ്നമാണ്. കാരണം ഇംഗ്ലീഷില് 1996 എന്നൊക്കെ. അത് ലിറ്റിൽ ഏഞ്ചൽ. അതെ, അവർക്കാണ് കൂടുതൽ പ്രോബ്ലം. അതെ അതെ അതെ. സെബ എത്രയായി? ഞാൻ 8ല്. ഓളല്ലേ 8 പൊട്ടും തിരിയാത്ത പാവാടക്കാരി. ഒരു തൊട്ടാവാടി ചെറുകുള്ള പാവാടക്കാരി. 8 പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടാവാടി കരളുള്ള പാവാടക്കാരി. അയ്യോ. നല്ലൊരു പാട്ട്, കല്യാണ സൗഗന്ധികം. അതിന്റെ സുഗന്ധം നമുക്ക് എല്ലാവർക്കും നുകരാം. യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ, സഖിമാർ കളി പറഞ്ഞോ മിഴികളിൽ നാണമെന്തേ, പുലരിയുടെ കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ.
ഗുഡ്. സെബക്കുട്ടി, എന്ത് സർ? നല്ലൊരു പാട്ട്, മോളുടെ നല്ലൊരു അറ്റംപ്റ്റ് എന്നേ പറയാൻ പറ്റും. മോൾ പാടി, നന്നായിട്ട് പാടി. 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഓരോ സംഗതി പാടുമ്പോഴുള്ള ക്ലാരിറ്റി, എസ്പെഷ്യലി രാജാങ്കണം, മണിനൂപുരം. ഒരു എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ, അതൊന്ന് പാടാവോ? രാജാങ്കണം. അനുപമ കലവിടരുമി വിടമിനി രാജാങ്കണം. അവിടെ അത് ആ കറക്റ്റായിട്ടുള്ള ഇതിലല്ല വന്നിരിക്കുന്നത്. മോള് പഠിച്ചത് കുറച്ച് നോട്ട്സുകളൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. മോള് പാടിയ സംഗതികളിലെല്ലാം തന്നെ മോള് പാടിയെന്നുള്ളതല്ല, അത് ആ കറക്റ്റായിട്ടുള്ള ഫൈനൽ പോളിഷ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെള്ളിലോട്ട് ഇറക്കുമ്പോൾ കിട്ടുന്ന ഒരു സാധനമുണ്ട്, അത് വന്നില്ല. 1. 2, ശ്രുതി. ഇപ്പൊ എന്താ പറയുന്നത്, സ്വരമായി കുറച്ച് ചേരായ്മയുണ്ട്, പക്ഷെ അത് കഴിഞ്ഞിട്ട് ലയമായി കറക്റ്റായിട്ട് ചേർന്നു. പിന്നെ അക്ഷരം, അതായത് കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികം. സൗഗാണ്, സൗഗന്ധികം. സൗകായല്ല, സൗഗന്ധികം. സൗഗന്ധികം. അതുപോലുള്ള വാക്കുകൾ. ഈ 3 പോയിന്റ്സ് ആണ് മോൾ ഇന്ന് പാടിയപ്പോൾ ഇതിനകത്ത് നഷ്ടമായത്. പക്ഷേ ഈ പാട്ട് വിട്ടുകളയരുത്. അതൊന്ന് നേരത്തെ ഞാൻ പറഞ്ഞ അതേ വാക്കെടുക്കുന്നു, ഒന്ന് പോളിഷ് ചെയ്ത് വിനിക്കി ഒന്ന് ഒരു ക്ലാരിറ്റി വരുത്തിയാൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സേവാക്കുട്ടി, എന്ത് സർ? നല്ല മധുരമായ ശബ്ദം താങ്ക് യു സർ. കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശബ്ദമാണ് സേവാക്കുട്ടിയുടെ. ഇന്നിപ്പോ പാടിയതില് പാട്ടിന്റെ സെലക്ഷനൊക്കെ വളരെ ഗംഭീരമാണ്. പല ഭാഗങ്ങൾ, പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് അനുപല്ലവിയുടെയും ചരണത്തിന്റെയും കുറച്ച് ഭാഗങ്ങൾ നന്നായിരുന്നു. പക്ഷെ എന്നാലും അതിന്റെ അവസാനം രാജാങ്കണവും മണിനൂപുരവും സ്ലിപ്പായി പോയി സംഗതികൾ. ഈ പാട്ടിന്റെ പ്രത്യേകത വെച്ചാൽ കേൾക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, പാടുമ്പോഴാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. സെബക്കുട്ടി, എന്താ മാം? ഇനി കൂടുതലൊന്നും പറയണ്ടാണല്ലോ. നല്ല സിംഗറാണ് സെബക്കുട്ടി. നമ്മുടെ വളരെ ഡീറ്റെയിൽസ് ഒക്കെ വളരെ കൃത്യമായിട്ട് സാധാരണ പഠിക്കാറുണ്ട്. പിന്നെ മോളുടെ തൊണ്ടയിൽ ചില സംഭവങ്ങള് സംഗതികളില് അത്ര ടഫാണിത്. ഈ സാധനമൊക്കെ നമ്മള് അല്ലെ, നല്ല സംഗതികളുണ്ട്. എന്നാലും മോൾ അത്യാവശ്യം പഠിച്ചു, പെട്ടെന്ന് കിട്ടിയതില്ല. 1-2 പഠിച്ച, പക്ഷെ കുറച്ച് റേഞ്ച് പോർഷനൊക്കെ നമുക്ക് പാടി പ്രാക്ടീസ് ചെയ്ത് പതുക്കെ ശരിയായിക്കോളും. പക്ഷെ നല്ല സ്വീറ്റ് വോയിസ് ഉള്ള നല്ല ചുണ്ടിരി കുറ്റിയല്ലേ, നല്ല രസമായിട്ട് പാടി. ഇനി നമുക്ക് ശരിയാക്കാൻ വേണ്ടിയാണ് ഈ കമന്റ്സ് ഒക്കെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. ഓക്കെ, സോ ടുഡേ വി ആർ ഗിവിംഗ് യു 97 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. എന്ത് വേണം? കല്യാണ പൂക്കുറ്റി വേണോ, സൗഗന്ധിക പൂക്കുറ്റി വേണോ? കല്യാണ സൗഗന്ധികം രണ്ടും. ഒത്തിരി ഒരു കല്യാണ സൗഗന്ധിക പൂക്കുറ്റി. അപ്പൊ ആഗ്രഹം പോലെ തന്നെ ഒരു പൂക്കുറ്റി കിട്ടിയിരിക്കുകയാണ്. ഹാപ്പി ആയല്ലോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റാ.